ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് അക്ഷരയെ വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ് നിരഞ്ജൻ്റെയും മാലിനിയുടെയും കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് ശരത്ത് പറയണേ, നിരഞ്ജൻ ഡോക്ടർ ഇങ്ങനെയാണെങ്കിൽ അക്ഷര മേഡത്തിൻ്റെ കൂടെ അധികകാലം ഒന്നും ഉണ്ടാവില്ല, ആ മാലിനിയോടൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. അത് കേട്ടപ്പോൾ അക്ഷര പറയണേ, ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? അതല്ല, അതിനൊരു തടയിടണ്ടേ, അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ വന്നത്. എന്ത് മാർഗമാണാവോ? അതിനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ മേഡം അനുസരിച്ചാൽ മാത്രം മതി. പിന്നെ ഒരിക്കലും നിരഞ്ജൻ ഡോക്ടർ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല. മാലിനിയെ ഈ നാട്ടിൽ നിന്നും നാട് കടത്തുകയും ചെയ്യും. ഇക്കാര്യം എന്നെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. അത് കേട്ടപ്പോൾ അക്ഷര ഓ അത് ശരി, എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ നിരഞ്ജൻ ഡോക്ടർ മാലിനിയോടൊപ്പം പോകുന്നത്. പിന്നെ ഇത് പറയാനാണോ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അല്ല, എന്നെ ഇപ്പോൾ സഹായിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതെ, എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി. ഞാൻ അക്ഷര മേഡത്തിനോടൊപ്പം എല്ലാ കാര്യത്തിനും സഹായത്തിനും മുന്നിൽ നിൽക്കാം. അത് കേട്ടപ്പോൾ അക്ഷര പറയണേ, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതെല്ലാം എന്നോട് വന്ന് പറയാനേ? നീ എല്ലാം തികഞ്ഞവനൊന്നുമല്ലല്ലോ. നിന്റെ പേരിൽ കൊലപാതക കേസ് ഉൾപ്പെടെ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഇപ്പോഴും നീ ജാമ്യത്തിലല്ലേ ഉള്ളത്. കുറച്ചു കാലം അകത്തും കിടന്നു. അത് കേട്ടപ്പോൾ ശരത്ത് അങ്ങ് പതറുകയാണ്. അത് പിന്നെ കള്ളക്കേസ് ആയിരുന്നില്ലേ? അതെ, ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. അത് കേട്ടപ്പോൾ അക്ഷര പറയണം, ഏത് ടൈപ്പ് ആയാലും ശരി, നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹവും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ എനിക്കറിയാം. അല്ലാതെ പുറത്തു നിന്നും ഒരാളുടെ സഹായവും എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണോ? ആ അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ സഹായം ആവശ്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും നീ ആരാണെന്നുള്ളതും എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടും കൊണ്ട് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് സ്വാമിയും. അപ്പോഴത്തേക്കും അവിടേക്ക് വിശാല് വരികയാണ്. അപ്പോൾ വിശാല് പറയണേ, അക്ഷര നീ പോയി വണ്ടിയിൽ കയറി. എന്തിനാണ് ഇവനോടൊക്കെ സംസാരിക്കുന്നത്? ആണമില്ലേ അക്ഷര നിനക്ക് ഇവനോട് സംസാരിക്കാൻ? ഇവൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പാടില്ല. ഇവനൊക്കെ അത്രയ്ക്കും കൊടും വിഷമാണ്. നീ പോയി വണ്ടിയിൽ കയറിയപ്പോൾ ശരത്ത് പറയണ, അല്ല ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോ. അപ്പോൾ അത് കേട്ടപ്പോൾ, നിന്നോട് പറഞ്ഞില്ലേടാ ഞാൻ ആദ്യമേ, പിന്നെ എന്താ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്? അപ്പോൾ വിശാല് പറയണ, അക്ഷര പറഞ്ഞത് നീ കേട്ടില്ലേ? അക്ഷര നീ പോയി വണ്ടിയിൽ കയറി. ശരത്ത് പറയണ, അത് പറയാൻ നീ ആരാടാ? അപ്പോൾ വിശാല് പറയണ, അക്ഷരയുടെ ഏത് കാര്യത്തിലും ഇടപെടാൻ അവകാശമുള്ള ആൾ തന്നെയാണ് ഞാൻ. അക്ഷരയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും അതിലേക്ക് ഏത് സമയത്തും ഇടപെടാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. നീ എന്തായാലും അക്ഷര കാറിൽ പോയി കയറിയിരിക്കും. ഇവനുമായിട്ട് ഞാൻ സംസാരിച്ചോളാം, ഇവൻ്റെ പ്രശ്നം ഞാൻ തീർത്തോളാം. അപ്പോൾ അക്ഷര പറയണേ, ഇതൊരു പബ്ലിക് സ്പേസ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം വിശാൽ. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ എന്ന് പറയട്ടെ. അങ്ങനെ അക്ഷര കാറിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ശരത്തിനോട് വിശാൽ പറയണം, എന്താടാ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറയാം. അത് പിന്നെ നിരഞ്ജൻ ഡോക്ടർ അക്ഷരയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആ പ്രശ്നത്തെക്കുറിച്ച് അതിലേക്ക് ഇടപെടാൻ നീ ആരാടാ? കാര്യത്തിലേക്ക് ഇടപെടാൻ അധികാരവും അവകാശമുള്ളവരൊക്കെ ഇവിടെയുണ്ട്. തൽക്കാലം നിന്റെ ഒരു സഹായവും വേണ്ട. നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാലോ. അതുകൊണ്ട് മേലിൽ ഇനി നീ അക്ഷരയെ ഫോൺ വിളിച്ചേക്കരുത്. അങ്ങനെയെങ്ങാനും വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തടി കേടാവും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണെന്നുള്ളത് നിനക്കറിയാലോ. നീ അങ്ങനെ വല്ലതും അക്ഷരയെ ശല്യപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊന്നുകളയാനും എനിക്കൊരു മടിയുമില്ല. എൻ്റെ ഈ ജീവിതം ഞാൻ സെൻട്രൽ ജയിലിലേക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യും. അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് വിശാല് അക്ഷരയും കൊണ്ട് വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാമി ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ സ്വാമി നേരെ ജയശങ്കറിന് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ ഒരു കാര്യം കണ്ടു. അക്ഷര മേഡവും വിശാലും തമ്മിൽ ഒരുമിച്ച് പോകുന്നത്. ഇതിപ്പോൾ നിരഞ്ജൻ ഡോക്ടർ പ്രതികാരം ചെയ്യുകയാണ്. നിരഞ്ജൻ ഡോക്ടർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം മോളിപ്പോൾ വിശാലിനോടൊപ്പം കറങ്ങി നടക്കുന്നത് സഹിക്കാൻ കഴിയായിട്ടായിരിക്കും നിരഞ്ജൻ ഡോക്ടർ മാലിനിയോട് അടുപ്പം കൂടിയത്. അപ്പോൾ ജയശങ്കർ പറയണ, അങ്ങനെയല്ല ആമി, നിരഞ്ജൻ ഡോക്ടർ തന്നെയല്ലേ വിശാലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതിപ്പോൾ അക്ഷര വിശാലിനെ എന്തെങ്കിലും സഹായത്തിന് വിളിച്ചതായിരിക്കും. അങ്ങനെ വിശാലിനെ സഹായത്തിന് വിളിക്കാൻ പറ്റിയ ആളാണെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? അവനെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വിശാൽ ഒരു വിഷമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് വിശാലിനെ അടുപ്പിക്കരുത്. സാറ് തന്നെ അതിന് മുൻകൈ എടുത്ത് അക്ഷര മേഡത്തിനെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ് കുറച്ച് എരിവിരി കയറ്റിയ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ സ്വാമിയും ജയശങ്കറും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ നിരഞ്ജൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് ജയശങ്കറിനെ നോക്കുന്നത്. കാര്യം അറിയാതെയാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പിന്നീട് സ്വാമി ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, നീയും അക്ഷര മേഡവും തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളത്? ഞങ്ങൾ തമ്മിൽ പല ബന്ധമുണ്ടാവും. അതൊക്കെ സ്വാമി ആരാണ് ചോദിക്കാൻ? ജയശങ്കർ സാറിൻ്റെ മോളാണ് അക്ഷര മേഡം. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം സാറ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അവരുടെ മോളുടെ ജീവിതം തകരുന്നതൊക്കെ നോക്കി നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളെന്താ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അക്ഷര മേഡം തനിച്ചാവും. അതുവരെ ഉണ്ടാവും. ഞാനിപ്പോൾ അവരെ
അവരെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ആ വിശാൽ അവിടേക്ക് വന്നു. അപ്പോൾ സ്വാമി പറയണേ, അതെ, നിരഞ്ജൻ ഡോക്ടറും മാലിനിയും ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ ശരത്ത് പറയണേ, അത് തനിക്കറിയാവുന്ന മാലിനി, പക്ഷേ എനിക്കറിയാവുന്ന മാലിനി അതല്ല, ദേവികയുടെ ചേച്ചിയാണ് ആ മാലിനി. അത് കേട്ടപ്പോൾ സ്വാമി അങ്ങ് ഞെട്ടിപ്പോവട്ടെ. എന്ത്? അതേ സ്വാമി, ഇവര് പ്രതികാരം തീർക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതൊക്കെ സൂക്ഷിച്ചാൽ, കടിഞ്ഞാനിട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അല്ല എന്നുണ്ടെങ്കിൽ നിരഞ്ജൻ ഡോക്ടറെ കൈവിട്ടു പോവും. അപ്പോൾ സ്വാമി പറയണേ, ഞാൻ ഇന്ന് തന്നെ ജയശങ്കർ സാറിനെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഇക്കാര്യം പറയണം. ഇപ്പോൾ എനിക്ക് ശരത്തിനോടൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അത്രയും വിലപ്പെട്ട രഹസ്യമാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞു തന്നത് എന്ന് പറയുമ്പോൾ ശരത്ത്, എങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്തോ, എങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ സ്വാമി നേരെ ജയശങ്കറിനെ കാണാൻ വേണ്ടി പോവാണ്. ഈ സമയം ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. രംഗനും സിദ്ധുവിൻ്റെ അച്ഛനുമുണ്ട്. എന്നിട്ട് പ്രേമേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ റൂമിലുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര വരികയാണ്. എന്നിട്ട് പറയണ, ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ചന്ദ്ര. എന്ത് തീരുമാനം? അപ്പോൾ അച്ഛൻ പറയണ, അതേ മോളെ, ഞങ്ങൾ പ്രേമയെ മറ്റൊരു ഡോക്ടറെ കാണിക്കാമെന്ന് തീരുമാനമെടുത്തു. അതെന്തിന്? അപ്പോൾ ചന്ദ്ര പറയണേ, പ്രേമേച്ചിക്ക് മനസ്സിനാണ് അസുഖം, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് തീരുമാനമെടുത്തത്. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ദേവിക പറയണേ, ഇപ്പോൾ ചേച്ചിയെ മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, അത് പറയാൻ നീ ആരാണ്? സംസാരം കേട്ടാൽ തോന്നുമല്ലോ എല്ലാ കാലത്തും ചേച്ചി ഇതുപോലെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി എന്നാണല്ലോ നിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും സിദ്ധു വരികയാണ്. അപ്പോൾ സിദ്ധു പറയണേ, ദേവിക ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും, അല്ലാതെ ദേവിക ഇങ്ങനെ പറയില്ല. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഓ വന്നല്ലോ ദേവിക പുരാണം പറഞ്ഞുകൊണ്ട്. ദേവിക എന്ത് പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന ആനപ്പാപ്പം വന്നല്ലോ. അപ്പോൾ രംഗം പറയണേ, അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേവിക, അതുകൊണ്ടാണ് മറ്റൊരു ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് തീരുമാനമെടുത്തത്. അപ്പോൾ ദേവിക പറയണ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ചേട്ടച്ച. ചേച്ചിയുടെ ഈ അവസ്ഥയൊക്കെ എത്രയും പെട്ടെന്ന് മാറുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി ഇപ്പോൾ സംസാരിക്കാതിരുന്ന ചേച്ചി സംസാരിച്ചില്ലേ, ചലനശേഷി നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കിട്ടിയില്ലേ, അതുപോലെ ഓർമ്മയും തിരിച്ചു കിട്ടും. അപ്പോൾ ചന്ദ്ര പറയണേ, ഇവള് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇവൾക്ക് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്. എന്താടി, നീ തന്നെയാണോ പ്രേമേച്ചിയുടെ സ്വർണങ്ങളെല്ലാം മോഷ്ടിച്ചത്? അതുകൊണ്ടാണോ നിനക്ക് ചേച്ചിയുടെ ഓർമ്മ തിരിച്ചു കിട്ടരുത് എന്ന് നീ ആഗ്രഹിക്കുന്നത്? അത് കേട്ടതോടുകൂടി ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ ദേവിക ചന്ദ്രയുടെ കാരണം നോക്കി ഒന്നങ്ങ് പെട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഒരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്, നീയാണ് പ്രേമേച്ചിയുടെ സ്വർണം മോഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ എനിക്കത് പൂർണ്ണമായി വിശ്വാസമായി എന്ന് വിരൽ ചൂണ്ടിയിട്ടാണ് കേട്ടോ ചന്ദ്രയോട് പറയുന്നത്. അങ്ങനെ ചന്ദ്ര കാരണം പൊത്തി പിടിക്കുകയാണ്, ദേവികയുടെ അടി സഹിക്കാൻ കഴിയാതെ. എന്നിട്ട് ദേവിക പറയണേ, നീ തന്നെയാണ് പ്രേമേച്ചിയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പായി. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, ദേ നീ വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, നീ എന്താണെന്നുള്ളത് എനിക്കും ചേച്ചിക്കും നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. എന്നിട്ട് ദേവിക പറയണേ, ചേച്ചിയെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി എൻ്റെ അഭിപ്രായം വകവയ്ക്കാതെ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, എനിക്കൊരു കുഴപ്പവുമില്ല. ചന്ദ്ര പറയണേ, എന്താ നിങ്ങൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത്? ഇവളോട് ഇറങ്ങി പോവാൻ വേണ്ടി പറ, നമ്മളെല്ലാവരും കൂടി തീരുമാനമെടുത്തതല്ലേ. അപ്പോൾ സിദ്ധു പറയണേ, ഇല്ല, ദേവിക പറഞ്ഞ തീരുമാനം തന്നെയാണ് എൻ്റെയും, എവിടേക്കും ചേച്ചിയെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് സിദ്ധു അങ്ങ് പോവാട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, അത് ശരിയാണ്, ദേവിക പറഞ്ഞതുപോലെ പ്രേമയെ ഇപ്പോൾ തൽക്കാലം എവിടേക്കും കൊണ്ടുപോവേണ്ട, നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് അച്ഛനും രംഗനും ഒക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, ഞാൻ ഊഹിച്ചത് തന്നെ ഇവിടെ നടന്നു, നീ വന്നു ഇവിടെ എടങ്കോലിട്ടു, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയത്. അപ്പോൾ ദേവിക പറയണേ, നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നീ തന്നെയാണ് പ്രേമേച്ചിയെ തലക്കടിച്ച് വീഴ്ത്തിയത്. അപ്പോൾ ചന്ദ്ര പറയണേ, അത് എന്തിന്, എന്താണെന്നുള്ളതൊക്കെ വൈകാതെ തന്നെ പ്രേമേച്ചിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പുറത്താവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രേമയുടെ അടുത്തേക്ക് ദേവിക പോവാണ്. പിന്നീട് വിശാലും അക്ഷരയും വീട്ടിലെത്താൻ കേട്ടോ. എന്നിട്ട് ജയശങ്കർ അവർ വരുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവനോടൊപ്പം നീ കറങ്ങി നടക്കരുത് എന്ന്. അത് കേട്ടപ്പോൾ അക്ഷരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അക്ഷര പറയണേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ഡാഡി, എന്തിനാണ് ഡാഡി വെറുതെ ഇതിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അക്ഷര എല്ലാവർക്കും മുന്നിൽ വെച്ച് ധിക്കാരത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ജയശങ്കറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ജയശങ്കർ അക്ഷരയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോഴത്തേക്കും വിശാൽ അങ്ങ് തടയുകയാണ് കേട്ടോ. വിശാൽ അങ്ങ് അക്ഷരയ്ക്ക് മുന്നിൽ അങ്ങ് നിൽക്കണം. അതോടുകൂടി നിരഞ്ജനും കാഞ്ചനും ഒക്കെ ഇത് കാണുന്നുണ്ട്. എന്നിട്ട് വിശാൽ പറയണേ, എന്തിനാണിപ്പോൾ അക്ഷരയെ അടിക്കാൻ വേണ്ടി അങ്കിള് കൈ ഓങ്ങിയത്? അക്ഷര അതിന് എന്ത് തെറ്റാണ് ചെയ്തത്? അക്ഷരയെ വഴിയിൽ വെച്ച് കണ്ടു, അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നു, അതിനിപ്പോൾ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത്? അപ്പോൾ ജയശങ്കർ പറയണേ, നീയെ ഒരു വലിയ തെറ്റാണ്, പിന്നെ നീ കൂടുതൽ ന്യായീകരിക്കേണ്ട. നിനക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഈ വീട്ടിലേക്ക് നീ വരരുത് എന്ന്, ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്, എന്നിട്ടും നീ അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വിശാൽ പറയണേ, എനിക്കങ്ങനെ അന്യനെ പോലെ മാറി നിന്ന് കാണാനൊന്നും കഴിയില്ല. ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഈ വിശാൽ അതിൽ ഇടപെടും.
ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഈ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും വരുന്നത്. എന്തായാലും എനിക്ക് അങ്കിളിനോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിരഞ്ജൻ ഡോക്ടർ ഒന്ന് ഇവിടേക്ക് വന്നേ, എനിക്ക് ഡോക്ടറോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിരഞ്ജനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്.